പോയിക്കൊണ്ടിരിക്കുകയും പോലീസ് കൈ കാണിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അത് കണ്ട് വണ്ടി ചവിട്ടുന്നതിനിടെ അവിടെ കിടന്ന ലോറിയിൽ ഇടിച്ച് അതിന്റെ കണ്ടെയ്നർ നേരെ നിറങ്ങി പാളത്തിലേക്ക് ചെന്നിരിക്കുന്നു. നോക്കുമ്പോൾ ദൂരെ നിന്ന് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആ വണ്ടിക്കാർ അതിലുണ്ടായിരുന്ന കുതിരകളെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് പുറത്തിറങ്ങി പാളത്തിൽ നിന്ന് ട്രെയിൻ കണ്ട് പേടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് ട്രെയിൻ അടുത്തെത്തുകയും അവർ ഒഴിഞ്ഞു മാറുമ്പോഴേക്കും ആ ലോറി ഇടിച്ച് തെറിപ്പിച്ച് ട്രെയിൻ അവിടെ നിന്ന് പാഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഡ്രൈവർ ഇല്ലാതെ അത് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ട്രെയിനിലുണ്ടായിരുന്ന ഫ്രാങ്ക് മില്ലിൽ നോക്കുമ്പോൾ തങ്ങളുടെ മുന്നിലായി ഒരു സബ് ട്രാക്ക് കാണുകയും അതിലേക്ക് കയറാൻ വേണ്ടി അവർ പാഞ്ഞു വരുമെങ്കിലും ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ടിട്ടില്ലാത്തതിനാൽ അവർ സബ് ട്രാക്കിലേക്ക് കയറാതെ മെയിൻ ട്രാക്കിലൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ആകെ കൺഫ്യൂഷൻ ആവും. ഈ സമയം ട്രെയിൻ കമ്പനിയുടെ സിഇഒയും കുറച്ച് ആളുകളും ചേർന്ന് മീറ്റിംഗ് കൂടുകയും ആവശ്യമുള്ളവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് അവർ ആ ട്രെയിൻ നിർത്താൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യും. ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിന്റെ മുന്നിലേക്ക് മറ്റൊരു എഞ്ചിൻ കൊണ്ടുവന്ന് ഘടിപ്പിച്ച് സ്പീഡ് കുറച്ചുകൊണ്ട് അതിലേക്ക് ഹെലികോപ്റ്റർ വഴി